ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു ഷമാമ് എടുത്തിട്ട് വന്നതാട്ടോ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് ഇന്ന് രാവിലെ തൊട്ട് കുറേ കാര്യങ്ങൾക്ക് പുറത്ത് പോയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടായിട്ട്. സാധാരണ നോമ്പിൻ്റെ സമയത്താണെങ്കിൽ നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ തീർന്നാൽ പോലും എനിക്ക് പോയി വാങ്ങണത് ഇഷ്ടമല്ല കേട്ടോ. നോമ്പ് പിടിച്ചിട്ട് അങ്ങനെ പുറത്ത് പോകുന്നത് ഒട്ടും ഇഷ്ടമല്ല, ഭയങ്കര ടയേർഡാവും. പക്ഷേ ഇന്നാണെങ്കിൽ അത്യാവശ്യമായിട്ട് പോവേണ്ട കാര്യം തന്നെയായിരുന്നു, പോവാതിരിക്കാനും പറ്റാത്ത കാര്യങ്ങളുണ്ടായി. അപ്പോൾ അതൊക്കെ ശരിയാക്കാനുള്ളതുകൊണ്ട് രാവിലെ പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു കേട്ടോ. അപ്പോഴത്തേനും നല്ല ടയേർഡായിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞായിരുന്നു കേട്ടോ, നീ ഇന്ന് ഒന്നും ഉണ്ടാക്കാനൊന്നും നിൽക്കണ്ട, പുറത്തുനിന്ന് ഫുഡ് വാങ്ങിയാൽ മതിയെന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരികെ വന്നപ്പോഴത്തേനും 3 മണിയൊക്കെ ആയപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഒരു ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ആണ് ഷമാമ് എടുത്തത്. ഷമാമ് നമുക്ക് ഷെയ്ക്കും അടിക്കാം, ജ്യൂസും അടിക്കാം കേട്ടോ. പാലിട്ടും അടിക്കാം, അല്ലാതെ അടിക്കാം. അപ്പോൾ ഞാനിത് പല ടൈപ്പിൽ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിങ്ങനെ വെറുതെ ഷമാമ് മാത്രമായിട്ട് ഇങ്ങനെ ഐസ് ക്യൂബ്സ് ഇട്ട് അടിക്കുമ്പോഴാണ് കേട്ടോ എനിക്കത് ടേസ്റ്റ് കൂടുതൽ തോന്നിയിട്ടുള്ളത്. പലർക്കും പല ഇഷ്ടമായിരിക്കും, എനിക്കപ്പോൾ ഇതാണ് കൂടുതൽ ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടിപ്പോൾ ഞാൻ ഷമാമ് ഷെയ്ക്ക് അടിക്കാറില്ല, ഇങ്ങനെ വെറുതെ ജ്യൂസ് അടിക്കാറുള്ളൂ. അപ്പോൾ അത് ഇങ്ങനെ നമുക്ക് ഇതുപോലത്തെ ഒരു സ്പൂൺ ഉണ്ടെങ്കിൽ, ഈ സൈഡ് ഇച്ചിരി മൂർച്ച പോലെയുള്ളൊരു സ്പൂൺ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്കിതിങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ പറ്റും കേട്ടോ. നമുക്കിങ്ങനെ കത്തി വെച്ചിട്ട് ചെത്തി എടുക്കേണ്ട ആവശ്യമില്ല, ഈസിയാണ് ഇതിങ്ങനെ ചെയ്യാൻ. അപ്പോൾ അതിങ്ങനെ ഒരു തോട് പോലെ നമുക്ക് കിട്ടുകയും ചെയ്യും, അതങ്ങോട്ട് കളഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ അങ്ങനെ കേട്ടോ ഷമാമിൻ്റെ അകത്തുനിന്ന് പൾപ്പ് എടുക്കാറ്. അങ്ങനെ ഞാൻ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ കറണ്ട് പോകും, കറണ്ട് വരും, കറണ്ട് പോകും, കറണ്ട് വരും, അങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് 2 പ്രാവശ്യം കറണ്ട് പോയിട്ടുണ്ട്. എന്തായാലും ചെയ്തു വെച്ചേക്കാം, എവിടെയെങ്കിലും ഒന്ന് മഴക്കാറ് കണ്ടാൽ തന്നെ അപ്പോൾ ഇവിടെ കറണ്ട് പോക്കാട്ടോ ഇപ്പോൾ. അപ്പോൾ അത് അത്രയും ചെയ്തു വെച്ചപ്പോഴത്തേനും കറണ്ട് പോയി വീണ്ടും. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ആ മസാല ബോണ്ട ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ബാറ്ററാണ്. അപ്പോൾ അതിൽ ഈ പൊട്ടറ്റോ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് 2 ടൈപ്പ് പൊട്ടറ്റോ ആയിരുന്നു കേട്ടോ. ഒരു വലിയ ടൈപ്പും ചെറിയ ടൈപ്പുമാണ്. അപ്പോൾ ഒരെണ്ണം മഞ്ഞ കളറും ഒരെണ്ണം ഈ കളറുമാണ്. അപ്പോൾ അതിങ്ങനെ അരിഞ്ഞു തന്നതാണ് മോൾ. അപ്പോൾ ഫിംഗർ ഫ്രൈസിന് അരിയും പോലെ അരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ബാറ്ററിൽ മുക്കി അതങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നല്ല ഇടികുടുക്കമൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. മഴയ്ക്കുള്ള കോളാന്ന് തോന്നുന്നു. ഇന്നാണെങ്കിൽ ഭയങ്കര ചൂടായിരുന്നു. 2 ദിവസം മുമ്പ് നല്ലൊരു മഴ കിട്ടിയതാണ്. പക്ഷേ ആ മഴ കിട്ടിയിട്ടും ചൂടിന് ഒരു കുറവുണ്ടായില്ല കേട്ടോ. പിറ്റേ ദിവസം ഒന്ന് തണുത്തായിരുന്നു, അത് കഴിഞ്ഞപ്പോൾ തൊട്ട് നല്ല ചൂടാണ്. അപ്പോൾ ഇന്നാണെങ്കിൽ ചൂട് ഭയങ്കര കൂടുതലാണ്. അങ്ങനെ ചൂട് കൂടുതലായിട്ട് നിൽക്കുന്ന സമയത്ത് വീണ്ടും മഴ കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്ന് ഞാൻ മനസ്സിൽ ഓർത്തിട്ടുണ്ടായി. അപ്പോൾ ഇപ്പോൾ ഇടിയൊക്കെ നന്നായിട്ട് കുടുങ്ങുന്നുണ്ട്. അപ്പോൾ ആ ബാറ്ററിൻ്റെ ബാക്കിയും ഞാനങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും പൊട്ടറ്റോയും ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ ഞാൻ കറണ്ട് പെട്ടെന്നൊന്ന് വന്ന ടൈമിൽ വേഗം പോയിട്ട് ജ്യൂസ് അടിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഷമാമ് നമ്മൾ ഫ്ലഷ് എടുത്തിട്ട് അതിലേക്ക് ഐസും പഞ്ചസാരയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അടിച്ചത്. അപ്പോൾ തന്നെ പിന്നെയും കറണ്ട് പോയിട്ട് ഇതൊന്നും കൂടി ഒന്ന് അടിക്കണമെന്നുണ്ടായി. അപ്പോഴത്തേനും കറണ്ട് വീണ്ടും പോയി. പിന്നെ അടിക്കാനൊന്നും നിന്നില്ല. അപ്പോൾ ബാങ്ക് വെക്കാറായിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഗ്ലാസ്സിലേക്ക് പകർത്തട്ടോ. പിന്നെ ഞാനാണെങ്കിൽ ഇന്ന് ഫുഡായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ പോയി വന്നപ്പോൾ മന്തി വാങ്ങിയിട്ട് വന്നായിരുന്നു. നോമ്പ് സമയത്ത് നമുക്ക് അധികം കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് കുറച്ചേ വാങ്ങിയിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ സെർവ് ചെയ്തതിന് ശേഷം പിന്നെ കൊണ്ടുവന്നത് അതും പൊട്ടിച്ച് പാത്രങ്ങളിലാക്കാമെന്ന് വിചാരിച്ച് ഞാൻ അതിനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ മന്തി വാങ്ങിയ സമയത്ത് ഞാൻ ഇനി വന്നിട്ട് സ്നാക്ക് ഉണ്ടാക്കാനൊന്നും നേരം കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഉള്ളിവടയും കൂടി വാങ്ങിയിട്ടുണ്ടായിട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അതിങ്ങനെ പാത്രങ്ങളിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും അടുത്ത മഴയ്ക്കുള്ള നല്ലൊരു കോളൊക്കെ കാണാനുണ്ട് കേട്ടോ. അപ്പോൾ പുറത്ത് ഉണ്ടായ തുണികളും അതും എല്ലാം ഞാൻ വേഗം അതിനിടയ്ക്ക് പോയിട്ട് വേഗം തന്നെ അഴയിന്ന് എല്ലാം എടുത്തിട്ടുണ്ട്. കുറേ തുണികൾ മുറ്റത്തുണ്ടായി. അപ്പോൾ ഈ നല്ല കാറ്റോടുകൂടി മഴ വരുമ്പോൾ എല്ലാം ചാടി നിലത്തേക്ക് ചാടി അങ്ങനെ മഴയിൽ കിടന്ന് നനഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം പോയി അതൊക്കെ എടുത്തുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ മഴ പെയ്യാനായിട്ടുള്ള എല്ലാ ചാൻസും കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മക്കളുടെ അടുത്ത് പറയുന്നുണ്ട്, ഇപ്പോൾ നമുക്ക് വേനലായിട്ട് വീണ്ടും അടുത്ത മഴയും കൂടി വരാൻ പോകുന്നുണ്ട് എന്നൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മന്തിയൊക്കെ പകർത്തി പാത്രത്തിലാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ വേനൽക്കാലത്ത് ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ എന്തോരം വെള്ളം ഒഴിച്ചാലും അത് എങ്ങോട്ടാണ് പോണേന്ന് കാണില്ല കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ട് വലിഞ്ഞു പോകും. അപ്പോൾ കുറച്ച് മുന്തിരിയും കൂടി ഞാൻ അതിൻ്റെ കൂടെ കഴുകി വെച്ചതാട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ, ഇപ്പോൾ ഈ തോടൊക്കെ കീറി വെള്ളം വിടുമ്പോൾ എന്തോരം വെള്ളം ഉണ്ടെങ്കിൽ അങ്ങനെ വെള്ളം
ലിറ്റർ കണക്കിന്. പെട്ടെന്ന് മഴ വന്നപ്പോൾ ഇഷ്ടം പോലെ വെള്ളമായിട്ടോ, പറഞ്ഞ് ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ലിറ്റർ കണക്കിന് വെള്ളമാണ് വരുന്നത്. നല്ലൊരു മഴയാണ് പെയ്തത്. അപ്പം നമ്മൾ ചെടികൾ നനയ്ക്കുന്നതും ദൈവം നനയ്ക്കുന്നതും തമ്മിൽ ഒരുപാട് മാറ്റമുണ്ടല്ലോ. നോക്കി നിൽക്കുമ്പോൾ തന്നെ മഴ അങ്ങോട്ട് മുറുകി, എന്നിട്ട് റോട്ടിൽ കൂടെയൊക്കെ ഇങ്ങനെ ഇഷ്ടംപോലെ വെള്ളം കുത്തി ഒലിച്ച് പോയിക്കൊണ്ടിരിക്കട്ടെ, ഇഷ്ടം പോലെ വെള്ളം. കുറേ നേരം അതങ്ങനെ നോക്കി നിന്നു. അപ്പോൾ ഈ വേനലിൽ നമുക്കിപ്പോൾ രണ്ടാമത്തെ മഴയാണ്. അങ്ങനെ മഴയൊക്കെ വീണ്ടും ആസ്വദിക്കാനായിട്ട് അപ്പോഴത്തേനും എല്ലാം ഒതുങ്ങിയിട്ടുണ്ട്. ഇനി ബാങ്കിനെ നോക്കി സിറ്റൗട്ടിലിരിക്കുന്ന ടൈമാണ്. അപ്പോൾ സമാധാനമായിട്ട് അവിടെ തന്നെ അങ്ങോട്ട് ഇരുന്നു മഴയൊക്കെ കണ്ട്. അപ്പോൾ മഴയാണെങ്കിലും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ടിട്ടോ, പെട്ടെന്ന് പെയ്ത മഴയല്ലേ. അപ്പോൾ ഓരോ കാര്യങ്ങൾക്ക് ഓരോരുത്തർ പോകുന്ന ആവശ്യങ്ങളുണ്ടാവില്ല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കില്ല. അപ്പോൾ അതൊക്കെ നോക്കി അങ്ങനെ നിൽക്കാറ്. നല്ലൊരു മഴ കിട്ടി, നല്ലപോലെ തണുക്കുകയും ചെയ്തു. അങ്ങനെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.